പിണറായി സർക്കാരിന്റെ ധന മാനേജ്മെന്റിൽ ഗുരുതര പാളിച്ച ചൂണ്ടിക്കാട്ടി CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ചെലവ് കുത്തനെ വർദ്ധിച്ചപ്പോൾ വരവിലുണ്ടായത് നേരിയ വർധനയാണ് എന്നാണ് കണ്ടെത്തൽ. ആഭ്യന്തര ഉൽപാദനം 9.30% നിന്ന് 9.977 ആയി. റവന്യൂ വരവിൽ എന്നാൽ 0.30% മാത്രം വളർച്ച ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് നമുക്കറിയാം, സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ ഈ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, തങ്ങളുടെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെമ്പാടും വികസന പെരുമഴയായിരുന്നു എന്നുള്ളതാണ്. ആ വികസന പെരുമഴയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ധന മാനേജ്മെന്റിൽ ഗുരുതര പാളിച്ചയെന്നാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു. 10 വർഷം ഇടത് സർക്കാരിന്, പിണറായി സർക്കാരിന് ധന മാനേജ്മെന്റിൽ എവിടെയൊക്കെ പിഴച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജെയ്സൺ, ജോഷി, 2024-25 വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ 2024-25 കാലഘട്ടങ്ങളിൽ CAG റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റവന്യൂ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇത് ഇത്തരത്തിൽ മാറ്റിയതോടുകൂടി റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ച് കാണിക്കുന്നതിനാണ് ദുരിതാശ്വാസ നിധിയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 2025 മാർച്ച് 30 സർക്കാരിൻ്റെ ബാധ്യത 4,50,901 കോടി രൂപയാണ് എന്ന് കൃത്യമായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ധന മാനേജ്മെൻറ്റിൽ ഉണ്ടായ പാളിച്ചകൾ പൂർണ്ണമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് CAG റിപ്പോർട്ട്. 2024-25 കാലങ്ങളിൽ 2,684 കോടി രൂപയുടെ അധിക ചെലവ് ഉണ്ടായി. അത് ഹ്രസ്വകാല ലോണുകളും മറ്റുമൊക്കെ തിരിച്ചടയ്ക്കാതെ ഉണ്ടായ ചെലവാണ്. അത് പൊതുകടം തിരിച്ചടവിന് അത് ഉപയോഗിച്ചു. അത്തരത്തിൽ വലിയ ബാധ്യതയുണ്ടാക്കി. മാത്രവുമല്ല, ഒന്ന് വ്യക്തമായി പറയാമോ ഈ ഹ്രസ്വകാല വായ്പാ തിരിച്ചടവിൽ തിരിമറിയുണ്ട് എന്ന് CAGയുടെ റിപ്പോർട്ടിലുണ്ട്. ഹ്രസ്വകാല വായ്പാ തിരിച്ചടവിൽ തിരിമറി എന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തലായി വരുന്നത്. ജോഷി, എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല, തിരിമറി നടന്നിട്ടുണ്ട്. അതായത് 2,684.44 കോടി രൂപയുടെ തിരിച്ചടച്ചിട്ടില്ല ഹ്രസ്വകാല വായ്പകളിൽ. അത്തരത്തിലൊരു വലിയ ബാധ്യത സർക്കാരിനുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ബാധ്യത ഇത്തവണത്തെ ഇനി വരുന്ന സർക്കാരാണ് അത് നിറവേറ്റേണ്ടി വരിക. അത്തരത്തിൽ വലിയൊരു കടമുണ്ടായി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടത്. മാത്രവുമല്ല, പാട്ടക്കരാറിലുള്ള പാട്ടക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കാതെയും മറ്റും വരുമാനം വരേണ്ടത് തിരിച്ചെടുക്കാതെയും വലിയ ബാധ്യതയുണ്ടാക്കിയെന്ന് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഗ്രാന്റുകൾ നൽകിയത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരൊറ്റ കാര്യം, ഈ പാട്ടക്കരാർ എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന്, 100 കണക്കിന്, 1000-കണക്കിന് ഏക്കർ ഭൂമികൾ, സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള ഭൂമികൾ, തോട്ടം ഭൂമികൾ അടക്കമുള്ളവ വൻകിട എസ്റ്റേറ്റ് ഉടമകളുടെ കൈവശമുണ്ട്. അത് പതിറ്റാണ്ടുകളായി അവരുടെ കൈവശമുള്ളതാണ്. അവരിൽ നിന്ന് ഓരോ വർഷവും ഈ പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കേണ്ടതാണ്. വലിയ കുടിശ്ശിക നേരത്തെ തന്നെ പിരിച്ചെടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആ പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലടക്കം സംസ്ഥാന സർക്കാർ വലിയ കടക്കണിയിലാണ്, ഈ വലിയ പ്രതിരോധത്തിലാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കാശില്ല, കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സമയത്താണ് ഈ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക പണം പോലും പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ CAG റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത്, അല്ലേ? തീർച്ചയായും ജോഷി, അതിലേറ്റവും പ്രധാനപ്പെട്ട പറമ്പിക്കുളം ആറിയാർ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച ഭൂമിയുടെ അവിടെ ഉണ്ടായിരുന്ന പാട്ടക്കരാർ, സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടം പിരിച്ചെടുക്കാതെ സർക്കാരിനുണ്ടായ നഷ്ടം 37.40 കോടി രൂപയാണ്. ഒരു വർഷം മാത്രം സർക്കാരിനുണ്ടായ നഷ്ടം. തന്നെയുമല്ല, ഇതിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലൈസൻസ് ഫീസ് വാങ്ങാത്ത വകയിൽ 1,70,00,000 രൂപ സർക്കാരിന് നഷ്ടമുണ്ടായി. ഇത് പ്രധാനമായും ഉദാഹരണമായി പറയുന്നതാണ്. മറ്റ് പല കേസുകളുണ്ട്. 2 തരത്തിലാണ് ഇത് പറയുന്നത്. ഒന്ന്, പാട്ടം വ്യവസ്ഥകൾ പുതുക്കിയില്ല, കാലാനുസൃതമായി പുതുക്കേണ്ട വ്യവസ്ഥകൾ പുതുക്കാതെ വലിയ ബാധ്യതയുണ്ടാക്കി. മാത്രവുമല്ല, കരാർ പ്രകാരമുള്ള തുക പിടിച്ചെടുത്തുമില്ല. അത്തരത്തിൽ പിരിച്ചെടുക്കാതെയും പുതുക്കാതെയും വലിയ ബാധ്യതയുണ്ടാക്കി. ഇത്തരത്തിലുള്ള ബാധ്യതകൾ ഒഴിവാക്കിയാൽ സർക്കാരിന് ഇത്തരത്തിലുള്ളത് പിരിച്ചെടുത്തിരുന്നെങ്കിൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പോകുന്നത്. ജോഷി,
ജയ്സ, നാട്ടിലെ സാധാരണ ജനങ്ങളുടെ നികുതി പിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ നാടൊട്ടുക്ക് വരാറുണ്ട്. നികുതി പിരിക്കണമെന്ന് സർക്കാർ തന്നെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഞാനും ജെയ്സനും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ കെട്ടിട നികുതിയും നമ്മുടെ ഭൂമിക്കരവും ഒക്കെ തന്നെ വളരെ കൃത്യമായി അടയ്ക്കുന്നവരാണ്. അങ്ങനെ സാധാരണക്കാരായ ആളുകളുടെ തുച്ഛമായ പൈസയാണെങ്കിൽ കൂടി അത് പലപ്പോഴും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ചെല്ലുന്നതാണ്. പക്ഷേ വൻകിടക്കാരുടെ കാര്യത്തിൽ, വൻകിട പട്ടക്കാരുടെ കാര്യത്തിൽ, വൻകിട എസ്റ്റേറ്റ് ഉടമകളുടെ കാര്യത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് കൈമാറിയ ഭൂമി ഇപ്പോഴും അവരുടെ കൈവശം വെച്ച് അവർ കൃഷി നടത്തി കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യുമ്പോൾ ആ പാട്ടക്കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ആഭ്യന്തര ഉൽപാദനം 9.30% നിന്ന് 9.97 ആയി വർദ്ധിച്ചു. അത് ഒരു പ്രധാനപ്പെട്ട ഒരു വർധനവാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ 9.30 9.97 ആയി അല്ലേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും അതുവഴി ഉണ്ടാകുന്ന വരുമാന വർധനവ് സ്വാഭാവികമായും കാണേണ്ടതാണ്, സംസ്ഥാനത്ത് പ്രതിഫലിക്കേണ്ടതാണ്. പക്ഷേ റവന്യൂ വരവിൽ അത് 0.30% മാത്രം വളർച്ച മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ജയ്സ, ജോഷി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ, അതായത് ജി എസ് ടി പിയിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് റവന്യൂ വരവിലുണ്ടായിരുന്ന അന്തരം ഇതിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം റവന്യൂ വരവ് വരേണ്ടതാണ്, അത് കൃത്യമായി വരാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാനോ സാധിക്കാത്തതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്ത് വന്ന വലിയൊരു വീഴ്ചയായിട്ട് കാണുന്നത്. മാത്രമല്ല റവന്യൂ വരവ് വർദ്ധിച്ചാൽ മാത്രമേ ആഭ്യന്തര ഉൽപ്പാദനം എത്രയായാലും അതിൻ്റെ ഗുണമുണ്ടാകാറുള്ളൂ. അത്തരത്തിലുള്ള ഗുണം ഇവിടെ ലഭിച്ചിട്ടില്ല എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജോഷി. മാത്രമല്ല പല വിഷയങ്ങൾ ഇത്തരത്തിൽ റവന്യൂ വരവ് കുറഞ്ഞതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം CAG റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, റവന്യൂ വരവ് വരേണ്ട നികുതി പിരിക്കലാണ്. നികുതി പിരിക്കുന്നതിലും ഈ ടാറ്റ കരാർ പാട്ട കുടിശ്ശിക പിരിക്കുന്നതിലും അടക്കം ഉള്ളതിൽ വീഴ്ച വരുത്തി. മാത്രവുമല്ല ആഭ്യന്തര ഗുണമുള്ള പ്രൊജക്റ്റുകൾ, അതായത് വരുമാന വരുന്ന പ്രൊജക്റ്റുകൾ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാകാതിരുന്നതും സർക്കാരിൻ്റെ വളർച്ചയ്ക്ക് ദോഷം ചെയ്തു. ഇത്തരത്തിലാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ജോഷി, ജയ്സ, ഈ സംസ്ഥാനത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ ഏതാണ്ട് 70% സിംഹഭാവവും ശമ്പളം, പെൻഷൻ, പലിശ, നേരത്തെ എടുത്ത കടത്തിൻ്റെ പലിശ, അവയൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമായി ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. സംസ്ഥാനത്തെ അടിസ്ഥാന വികസനത്തിന് 1.13% മാത്രം തുകയെ വിനിയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് നമ്മുടെ ധവളപത്രത്തിലടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ ജയ്സ, അതായത് ഈ സംസ്ഥാനത്തെ ഈ ബാറുകളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട നികുതിപ്പണമുണ്ടല്ലോ, അതായത് അവരുടെ വിൽപ്പനയിൽ ഗണ്യമായ തോതിലുള്ള വളർച്ച കാണിച്ചിട്ടും അവരിൽ നിന്ന് കിട്ടേണ്ട പണമുണ്ടല്ലോ സംസ്ഥാന ഖജനാവിലേക്ക്, ആ പണം പിരിച്ചെടുക്കാൻ പോലും, കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്, ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിരുന്നതാണ്. കൊടികെട്ടിയ സർക്കാരായിരുന്നു. തങ്ങൾ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ ഒരു വലിയ പന്ഥാവ് തെളിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ പിണറായി വിജയനും ഒപ്പം തന്നെ ധനമന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ CAG റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചെലവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഖജനാവ് നിറയ്ക്കണമെങ്കിൽ, ഖജനാവിലേക്ക് പണം വരണമെങ്കിൽ, ചെലവിന് പണം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ നികുതി പിരിവടക്കമുള്ളവ കാര്യക്ഷമമാക്കിയേ പറ്റൂ. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ കൃഷിക്കാരനെന്നോ എസ്റ്റേറ്റ് ഉടമയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും തുല്യ പരിഗണനയോടുകൂടി ഇക്കാര്യത്തിൽ നീതി നടപ്പാക്കേണ്ടതായിരുന്നു. വിവേചനം പാടില്ലായിരുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത് നികുതി പിരിക്കുന്നതിലടക്കം സംസ്ഥാന സർക്കാരിന് വലിയ പിഴവ് പറ്റി എന്നുള്ളതല്ലേ ജയ്സ? ജോഷി, നമുക്ക് ഒരു പ്രത്യേക കാര്യം പറയാം. അതായത് 2024-25 കാലയളവിൽ മൊത്തം ചെലവ്, അതായത് ചെലവ് വർദ്ധിച്ചത് 8.97%. ഇതിന് പ്രധാന കാരണം തന്നാണ്ട് റവന്യൂ ചെലവിലുണ്ടായ 9.82%, അതായത് 13,294.44 കോടിയുടെ വർധനമാണ്. അതായത് റവന്യൂ ചെലവ് വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് വരവെത്തുന്നില്ല. നികുതി വരുമാനത്തിലടക്കമുള്ള നികുതി പിരിവിലടക്കമുള്ളതിൽ കൃത്യമായും വരുന്നില്ല. അത് ജോഷി പറഞ്ഞ
ബാറുകളുടെ മാത്രമല്ല സ്വർണ്ണ നികുതിയിൽ സ്വർണ്ണ നികുതിയിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു, വലിയ തോതിൽ സ്വർണ്ണ നികുതികൾ പിരിച്ചെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഒരുപക്ഷെ സ്വർണ്ണ നികുതി പിരിവ് മാത്രം വെച്ചാൽ സർക്കാരിൻ്റെ ബാധ്യതയിൽ ഒരു പരിധി വരെ തീർക്കാനാകുമെന്ന് വിലയിരുത്തലും ഉണ്ടായതാണ്. ധവളപത്രത്തിലും അത്തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള പിരിവുകൾ പലതും നടന്നിട്ടില്ല, പിരിച്ചെടുക്കലുകൾ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു പ്രധാന പ്രശ്നം. വരവ് കുറയുമ്പോഴും ചെലവ് കൂടുകയാണ്. ശമ്പളം 41,550.15 കോടി രൂപയാണ് ശമ്പള ഇനത്തിൽ നൽകിയത്. പലിശ ഇനത്തിൽ അത് ശ്രദ്ധേയമാണ്. 29,138.23 കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാന പലിശ ഇനത്തിൽ മാത്രം കൊടുത്ത്. പെൻഷൻ 27,875.21 കോടി. ഇത്തരത്തിലുള്ള ചെലവുകളാണ്. പിന്നെ അത് മാത്രവുമല്ല, സബ്സിഡി ഇനത്തിൽ കാർഷിക സബ്സിഡി അടക്കമുള്ള പലതുമാണ്. 1,856.60 കോടി റവന്യൂ ചെലവ്. അങ്ങനെ നോക്കുമ്പോൾ റവന്യൂ ചെലവെന്ന് പറയുന്നത് 64.40% വരവിൻ്റെ 80% ഇത്തരത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ളൂ എന്നുള്ളതാണ്. ഈ CAG റിപ്പോർട്ടിന്റെ ആകത്തുക എന്താണ്? നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിൽ ഒരു പൊളിച്ചെഴുത്തു വേണം. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിൽ ഒരു പുനരാലോചന വേണം. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിൽ മാറി ചിന്തിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നികുതി വരുമാനം പൂർണ്ണമായും തന്നെ പിരിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അക്കാര്യത്തിൽ അലംഭാവം പാടില്ല. നമ്മുടെ ചെലവുകൾ കൂടുകയാണ്, അതുപോലെ തന്നെ വരവും കൂടുന്ന സാഹചര്യം ഉണ്ടാകണം. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ യഥാർത്ഥ ദിശാസൂചിയായി ഈ പറയുന്ന CAG റിപ്പോർട്ടിനെ കണ്ടുകൂടെ? ജോഷി, തീർച്ചയായും അത്തരത്തിൽ കാണാം. അതിന് 2-3 കാരണങ്ങൾ CAG റിപ്പോർട്ടിൽ അടിസ്ഥാനമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നികുതി പിരിച്ചെടുക്കുന്നതിൽ അത് എല്ലാ നികുതിയും, സ്വർണ്ണ നികുതിയും മദ്യനികുതിയും അടക്കമുള്ള മുഴുവൻ നികുതികളും സർക്കാരിന് വരുമാനം വരേണ്ടത് പിരിച്ചെടുക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഗ്രാൻറ്റുകൾ പലതും നൽകിയപ്പോഴും അതിനുള്ള തുക പോലും ബജറ്റിൽ കണ്ടെത്താതെയാണ് അത്തരത്തിൽ നൽകിയത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനിയും ഇത്തരത്തിൽ പോവുകയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നികുതി പിരിവ് കൃത്യമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. രണ്ടാമത്, ചെലവുകൾ, റവന്യൂ ചെലവുകൾ കുറയ്ക്കണം. ചെലവുകൾ ഓരോ വർഷവും തോറും കൂടുകയാണ്. 2024-25 വർഷമായപ്പോഴേക്കും 8.27% വർധനവുണ്ടായി. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പെൻഷൻ, പലിശയും